ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. പിള്ളാരെയൊക്കെ ഇങ്ങനെ തന്നെ വളർത്തണം. ഇല്ലെങ്കിൽ അന്യം നിന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഈ ചടങ്ങൊക്കെ കുട്ടികൾക്കും അറിയാൻ പറ്റില്ല, മുതിർന്നവർക്കും അറിയാൻ പറ്റില്ല. എന്റെ മോള് അച്ഛനും വന്നില്ലല്ലോ. അപ്പൊ പപ്പിമോള് പോവാട്ടോ അച്ഛാ. മോളെ, സത്യമ്മയുടെ കാലു തൊട്ട് വന്നിച്ച് യാത്ര പറഞ്ഞിട്ട് വാ. ചെന്ന് പറയേ, സത്യം ഒന്നും പറയില്ല. ചെല്ല. സത്യമ്മേ, പപ്പിമോള് പോവാട്ടോ. ഇനി കുറുമ്പ് കാണിച്ചും വീട്ടിൽ നിന്ന് ആരോടും പറയാതെ ഇറങ്ങിപ്പോയി സത്യമ്മ ഇനി വിഷമിപ്പിക്കില്ല. മോളെ, സത്യമേ, ഞങ്ങൾ ഇറങ്ങുക. ഇനി എപ്പോഴോ ഒന്ന് കാണാന്നറിയില്ലല്ലോ. ഞാനെന്താ ചത്തുപോന്ന് നീ കരുതിയോ? ഇനി കാണില്ല എന്ന് പറയാൻ? നിന്റെയൊക്കെ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെന്ന് എനിക്കറിയാം. അതിനുവേണ്ടി അമ്മയും മക്കളും ഒരുപാട് പണിയെടുക്കുന്നുണ്ടെന്നും എനിക്കറിയാം. പക്ഷെ അതൊന്നും എന്നെ ബാധിക്കില്ല. കാരണം ഞാൻ ഇപ്പോഴും ജീവിക്കുന്നത് സ്വന്തം കാലിൽ നിന്നുകൊണ്ട് തന്നെയാ. മറ്റുള്ളവരെ ആശ്രയിച്ച് കഴിയേണ്ട ഒരവസ്ഥ വന്നാൽ മാത്രമേ ഈ സത്യഭാമ എന്തെങ്കിലും കടുങ്കൈ ചെയ്യൂ. അതുവരെ പാറ പോലെ ഉറച്ചു നിൽക്കും. എന്തു വന്നാലും നേരിടുകയും ചെയ്യും. ഇത് ഞാൻ സ്വയം ഉണ്ടാക്കിയെടുത്ത മനോധൈര്യമാ. അത് എന്നിലുള്ളിടത്തോളം കാലം ഒരാൾക്ക് മുന്നിലും ഞാൻ തല താഴ്ത്തില്ല. എന്റെ തലയ്ക്ക് മുകളിൽ കയറാൻ ആരും അനുവദിക്കുകയില്ല. അവർ പോകുന്ന സമയത്തെങ്കിലും അവരെ സ്വസ്ഥതയുടെ സമാധാനത്തോടെ പോകാൻ സമ്മതിക്കേ. ഓ, ഇപ്പൊ ഞാൻ പറഞ്ഞതിനാ കുറ്റം. അവള് മാറില്ല മോളെ. ഈ അഹങ്കാരവും അവളുടെ സ്വഭാവത്തിൽ അലിഞ്ഞിച്ചടഞ്ഞിട്ടുള്ളതാ. അതൊരിക്കലും അവൾക്ക് മാറ്റാനാവില്ല. എന്റെ മക്കള് പോയിക്കോ. പപ്പിമോള് പോവാട്ടോ. ഇനി കുറുമ്പ് കാണിച്ചും വീട്ടിൽ നിന്ന് ആരോടും പറയാതെ ഇറങ്ങിപ്പോയി സത്യമ്മ ഇനി വിഷമിപ്പിക്കില്ല.